ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മുടെ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദീപം തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിനായിട്ട് ദാണ്ടെ പഴവും ഒക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പഴമൊക്കെ എടുത്ത് വെച്ച് ദാണ്ടെ കാച്ചിലും ഒക്കെ എടുത്ത് വെച്ച്, കാച്ചിലും ചെയ്യുമ്പോൾ പുഴുങ്ങിയതെല്ലാം എടുത്ത് വെച്ച് ചന്ദനത്തിരിയൊക്കെ കുത്തി ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഒന്നാമതായിട്ട് കുറച്ചൊന്ന് ലേറ്റായി, അതിൻ്റെ ഒരു വെപ്രാളം കൂടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരിക്കൊക്കെ വീട്ടിലെ കരിക്ക് തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാ വർഷവും കരിക്കൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരുത്തരായിട്ട് പുറത്ത് ദീപം കത്തിക്കാനൊക്കെ ആയിട്ട് ഏട്ടനും മക്കളൊക്കെ പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് ദീപം കത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാണ്ടെ ആദ്യമേ കൊച്ചു വിളക്കിൽ അതേമേ തിരിയൊക്കെ കത്തിച്ചു, ചന്ദനത്തിരിയൊക്കെ കത്തിച്ച്, പിന്നെ അതിനുശേഷം അവിടെ നിന്ന് കത്തിച്ചാണ് വലിയ വിളക്കിലോട്ട് കത്തിക്കുന്നത് കേട്ടോ. പിന്നെ വലിയ വിളക്കിൽ നിന്ന് ദീപം കത്തിച്ചാണ് നമ്മുടെ പുറത്തുള്ള ഇതിലൊക്കെ കത്തിക്കുന്നത്, വിളക്കിലെല്ലാം കത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചന്ദനത്തിരി കത്തിച്ചിട്ട് കത്തുന്നില്ല കേട്ടോ. അങ്ങനെ അതിങ്ങനെ കത്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേണ്ടേ അതിൽ നിന്ന് കത്തിച്ചാണ് വേണ്ടേ വിളക്ക് കത്തിക്കുകയാണ്. അപ്പം അമ്മ വന്നിങ്ങനെ എണ്ണയൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് തിരിയൊക്കെ ഇങ്ങനെ നീട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ തിരിയൊക്കെ കത്തിച്ച്, ഇനിയിപ്പോൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ആ ഒരു ദീപമാണ് നമ്മൾ മൺചിരാതിലേക്കൊക്കെ കൊണ്ട് കത്തിക്കുന്നത്. ചന്ദനത്തിരിക്ക് എന്ത് പറ്റിയത് കത്തിച്ചിട്ട് കത്തുന്നില്ല കേട്ടോ. വലിയ പാടാണ് ചന്ദനത്തിരി കത്തി വരാനായിട്ട്. അവസാനം ചെറിയ വിളക്കിൽ നിന്ന് കത്താൻ ഞാൻ പിന്നെ വലിയ വിളക്കിലോട്ട് എടുത്ത് കത്തിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പുറമേ ഉള്ള കാഴ്ചകളും കൂടി കാണാം കേട്ടോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഇനി നമ്മൾ ഇതിൽ നിന്നുള്ള ദീപമൊക്കെ എടുത്ത് പുറത്തുള്ള മൺചിരാതിലെല്ലാം വിളക്ക് കത്തിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ 2 വിളക്കാണ് കത്തിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ സാധാ കത്തിക്കുന്ന വിളക്ക്, പിന്നെ നമ്മുടെ വലിയ വിളക്കുമാണ് കത്തിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എണ്ണയും തിരിയും എല്ലാം എടുത്തുകൊണ്ട് കണ്ട് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ കണ്ട് നമ്മുടെ വാഴത്തണ്ടൊക്കെ വെട്ടി അവിടെ ചെറിയൊരു വിളക്കത്തിക്കുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ മൺചിരാതൊക്കെ വെച്ചു, പക്ഷേ തിരിയൊന്നും ഇട്ടിരുന്നില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ ലേറ്റായിപ്പോയി കത്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടം കത്തിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളവും കൂടി ഉണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞങ്ങളാണ് ആദ്യം കത്തിക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം എന്തോ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. അങ്ങനെ തന്നെ തിരിയൊക്കെ ഇട്ട് നമ്മൾ ഓരോന്നിലും ഇടുമ്പോഴത്തേക്ക് അത് തിരി വലുതായി പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ വിളക്ക് ചുവന്നിരിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചൊവ്വിന് കത്തിച്ചാൽ ഇരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ തിരിയൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെയാണ് ആലോചിച്ചത് തിരിയൊന്ന് ചെറുതാക്കി ഇട്ടാൽ മതിയായിരുന്നു. അപ്പോഴത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു. പിന്നെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വല്പം വലുതാക്കിയാണ് ഇടുന്നത് കേട്ടോ. ഏതാണ്ട് എല്ലാത്തിനും തിരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വിളക്കിനെയും കാട്ടി വലിയ തിരിയാണ് കേട്ടോ. ഇരുന്ന് കത്തട്ടെ എന്ന് വിചാരിച്ചാണ് അത്രയും വലിയ ഇതിട്ട. പക്ഷേ എണ്ണയൊന്നും ഞാൻ അത്രയ്ക്കങ്ങ് ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുമെന്ന്, കുറേ നേരം വിളക്ക് ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അതിനെതാണ്ടേ താഴ്ന്ന് മേളിൽ നിന്ന് താഴെ വരെ തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ചുറ്റിനുള്ളതുകൊണ്ട് എവിടെയൊക്കെ ആന്ന് പോലും നമുക്ക് ചൊവ്വിന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ചിലപ്പോൾ എല്ലാം ഒന്ന് അവിടെ ഇവിടെയൊക്കെ തിരിയിട്ടിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഇടാനായിട്ട് വിട്ടുപോവുകയൊക്കെ ചെയ്തു കേട്ടോ. കത്തിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എണ്ണയൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ.
ഒന്നിന് മേളായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൈ തട്ടി തറയെ വീഴുമോ അല്ലെങ്കിൽ കുപ്പി തട്ടി തറയെ വീഴുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത് മൺചിരാത് ഇരിക്കുന്നത് തന്നെ ചരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കെയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ മുകളിലെല്ലാം മക്കൾ ഒക്കെ കയറി കത്തിക്കുന്നതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ ഇവിടേക്ക് ഒന്ന് ഒതുക്കിയാൽ മതിയായിരുന്നു. ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടനൊക്കെ അങ്ങ് കത്തിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആരെയും കൈയടത്തിക്കാൻ ഒക്കത്തില്ല, ചിലപ്പോൾ തട്ടിയൊക്കെ വീഴുമെന്നുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ തന്നെയാണ് കത്തിക്കുന്നത്. ഇനിയിപ്പോൾ തണ്ട് നമ്മൾ ദീപം കൊളുത്താൻ പോകണം കേട്ടോ. അപ്പോൾ ദീപമൊക്കെ കത്തി വരുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെയാണ് കത്തിച്ച് വയ്ക്കാറ്. ഇങ്ങനെയൊക്കെ വാഴത്തണ്ടിലൊക്കെ കത്തിച്ച് വയ്ക്കുന്ന ആ ഒരു ഭംഗി നമ്മൾ കണ്ടു. ഞങ്ങൾ 1-2 വട്ടം ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിലും വലിയ വാഴത്തണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കത്തിക്കാൻ ഒരുപാട് പാടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് പരുവത്തിനുള്ള ഒരു വാഴത്തണ്ട് ഏതായാലും കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കത്തിക്കാനും എടുക്കാനും ഒക്കെ പറ്റുകയും ചെയ്തു. കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ ഇതിൽ നല്ല രീതിയിൽ നമുക്ക് കത്തിക്കാനും എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും എല്ലായിടവും കത്തിച്ച് വന്നപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വാഴത്തണ്ട് വിളക്ക് കത്തി നിൽക്കുന്നത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് 1-2 മൺചിരാതിലൊക്കെ ഞാൻ തിരിയിടാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ ഇട്ടു. കത്തിച്ച് വെച്ചതിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ ഇട്ടു. പിന്നെ കത്തിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിലൊക്കെ തീ എത്തുമോ എന്നുള്ളൊരു പേടിയും സൂക്ഷ്മവും കൂടെ വേണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കറിയാക്കത്തില്ല ഇങ്ങനെ തിരിയിരിക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ കത്തിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. മുറ്റത്ത് ആപ്പാട് അതിൻ്റെ ഒരു വട്ടം തന്നെയായിരുന്നു ആപ്പാട് ഒരു എന്താ പറയുക നല്ലൊരു ഭംഗി നൽകിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അത്രയും നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കത്തിക്കാത്ത എല്ലായിടവും വിളക്കൊക്കെ കത്തിച്ചു. പറഞ്ഞാലും മതി വരില്ല. കാറ്റില്ലാത്തതുകൊണ്ട് തന്നെ അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വിളക്കിൻ്റെ കാണാൻ തന്നെ. അങ്ങനെ ഭംഗിയുള്ള നമ്മുടെ വാഴത്തണ്ടിൽ മൺചിര അതിൻ്റെ ദീപമൊക്കെ തെളിഞ്ഞു കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. മറ്റേതൊരു വിളക്ക് കത്തിച്ച് വെക്കുന്നതിലും വല്ലാത്തൊരു ഭംഗി തന്നെയായിരുന്നു നമ്മുടെ വാഴത്തണ്ടിലെ മൺചിരാതിൻ്റെ ദീപം. വാഴത്തണ്ട് തറയിരിക്കും. അതുകൊണ്ട് നമ്മളാണ്ട് ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ടിട്ട് അതിനകത്താണ് നമ്മുടെ മൺചിരാതിൻ്റെ വിളക്ക് വയ്ക്കുന്നത് കുത്തി വെച്ചിരുന്നത്. വാഴത്തണ്ട് നമ്മൾ കുത്തി വെച്ചിരുന്നത് കേട്ടോ. എനിക്ക് എത്രത്തോളം പറഞ്ഞിട്ടും മതി വരുന്നില്ല കേട്ടോ. മറ്റേതൊരു മൺചിരാതിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുന്നതിനും അത്രയും ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ദീപത്തിൻ്റെ കാർത്തിക ദീപത്തിൻ്റെ ഒരു ഒരുക്കം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി വിളക്ക് ഞങ്ങൾ തെളിയിച്ചു. ഇത് നമ്മുടെ ചട്ടിയിൽ കത്തിച്ച് വെച്ചേക്കുന്ന മൺചിരാതിൻ്റെ വിളക്കല്ല കേട്ടോ, ലൈറ്റാണ് കേട്ടോ. വെള്ളത്തിൽ നമ്മൾ മീഷോയിൽ മേടിച്ചതാണ്. വെള്ളം ഒഴിച്ചാൽ കത്തുന്ന ലൈറ്റാണ് കേട്ടോ. എനിക്ക് തോന്നി അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ത് കാറ്റ് വന്നാലും ഒന്നും അണയാത്ത ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. വെള്ളം എടുത്ത് കളഞ്ഞാൽ മാത്രമേ ഇത് ലൈറ്റ് അണയത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മോനും കൂടി രണ്ട് പുറത്ത് മെഴുകുതിരി എല്ലാം കത്തിച്ച് ഒരു ഭാഗം കത്തിച്ച് വരുമ്പോഴത്തേക്കും മറുഭാഗം എരിഞ്ഞ് പകുതിയോളം തീർന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ കത്തിച്ച് ഇങ്ങനെ പോവുകയാണ്.
നമുക്ക് മതിലിന് അങ്ങേറ്റം വരെ കത്തിക്കൊക്കില്ല, കാരണം ട്രാൻസ്ഫോമർ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് പോയി കത്തിക്കൊക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് വരെ കത്തിച്ചു തരും കേട്ടോ. അപ്പം മേളിൽ കത്തിക്കുന്നതെല്ലാം വീണ് ചരിഞ്ഞിങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ കത്തിക്കുന്നതെല്ലാം വീണ് പോകുന്നുണ്ട്. അത് 2 മെഴുകുതിരികളുടെ മൂത്താണ് കത്തിച്ചോളൂ കേട്ടോ. അതിങ്ങനെ ഇരുന്ന് കത്തുന്നുണ്ട്, ഇങ്ങനെ ചരിഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തിച്ച് വയ്ക്കാനും വലിയ പാടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും മേളിൽ 2 ഭാഗം കത്തിച്ചിട്ട് ഞാൻ പറഞ്ഞ് മതി പോലെ ഇറങ്ങി വാന്ന് പറഞ്ഞു. അത് കണ്ടേ പുറത്തെല്ലാം നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കിട്ടുള്ള ടാറ്റ ബൈ ബൈ.